വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂട്യൂബ് ഷമി നാഷിമി. അപ്പോൾ ഈ പോണത് നമ്മൾ സോളം വാലിക്കാണ്. സെക്കൻഡ് ഡേ ആണ് മണാലി ട്രിപ്പ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ സെക്കൻഡ് ഡേ പോണത് സോളം വാലിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ സൈഡുകൾ നോക്കിയാൽ കാണാം, ഫുള്ള് മഞ്ഞുമലകൾ. ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് മഞ്ഞുമലകളും അതിൻ്റെ ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പോകുന്ന വഴി പറയാം. അപ്പോൾ വീഡിയോസ് ഫസ്റ്റ് ടൈം കാണുന്നവർ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കാം. ഓക്കെ, നമുക്ക് വീഡിയോ കണ്ടാലോ. മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അങ്ങനെ തന്നെ ഇറങ്ങി. ഇപ്പൊ ഏകദേശം നല്ല രീതിയിൽ മഞ്ഞുമലകളൊക്കെ കാണാൻ തുടങ്ങി. കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു കുളിർമയാണ്. ഫോട്ടോ ഒക്കെ റെന്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഏതായാലും പറഞ്ഞല്ലോ സ്റ്റോ കളിക്കാൻ കോട്ടൊക്കെ വാങ്ങണം. ഓനെ ഏതോ പറഞ്ഞടാ. അല്ല, കോട്ടൊക്കെ എടുത്ത് ബൂട്ട് എടുക്കണം. ബൂട്ട് അങ്ങനെ കോട്ടൊക്കെ റെൻ്റ് എടുത്തിട്ട് ഇറങ്ങി. ഈ റെൻറ്റിൻ്റെ എമൗണ്ട് എത്രയെന്ന് ചോദിക്കണം. ചുറ്റും മഞ്ഞുമലകളാണ് ഇപ്പോൾ. ഒരു 8-10 ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് വാങ്ങണം. നമുക്ക് ഡ്രസ്സിന് വന്നിട്ട് 250 രൂപയാണ്. ഓരോ ആക്ടിവിറ്റീസിന് പറയുന്ന റേറ്റ് പറയുന്ന ഓരോ ആക്ടിവിറ്റീസിന് 1000, 750, 500 അങ്ങനെ കുറേ വലിയ റേറ്റാണ് അവർ പറയാം. പക്ഷെ അത് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് വാങ്ങണം. അവരുടെ അടുത്ത് കുറേ നേരം സംസാരിച്ച് വാങ്ങണം. ഇത് അവിടെ നിന്ന് വാങ്ങണം. അങ്ങനെ നമുക്ക് വാങ്ങാൻ കഴിയുള്ളൂ. നമുക്ക് ഡ്രസ്സിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 250 രൂപയാണ് 3 ആൾക്ക് ഡ്രസ്സിന് മാത്രം വന്നത്. ആക്ടിവിറ്റീസ് ഒരു 3 ആക്ടിവിറ്റീസ് കൂടെ എടുത്തപ്പോൾ അവർ റേറ്റ് പറഞ്ഞത് 5500 രൂപയ്ക്കാണ്. ഞങ്ങൾ ലാസ്റ്റ് പറഞ്ഞ് ഒരു 3700 രൂപ റേഞ്ചിൽ 3 ആക്ടിവിറ്റീസും ഡ്രസ്സെല്ലാം പാടെ എടുത്തു. അവർ പറയുന്ന അവിടെ പോയാൽ റേറ്റ് കൂടുന്നൊക്കെയാണ്, നമുക്കറിയില്ല. അടിയിൽ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഓരോ റൈഡും ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ വ്യത്യാസത്തോടെയാണ് ഓരോ റൈഡും നടക്കുന്നത്. നമ്മളിൽ ഇതിനങ്ങനെ നടക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പറ്റിയൊരു 3 റൈഡും ഇതെല്ലാം പാടെ എടുത്തത് 3700 രൂപക്കാണ്. ഒരാൾക്ക് ഏകദേശം ഒരു 1200 രൂപ 1300 രൂപയുടെ ഉള്ളിൽ വരും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. ഇവിടെയൊക്കെ പോകുന്ന റൂട്ട് കിടക്കാതെ ഫുള്ള് മഞ്ഞായി. ഇങ്ങോട്ട് മണാലി എത്തുന്നവരെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു മഞ്ഞൊക്കെ കാണാൻ. പിന്നെ ഇന്നലെ മുതൽ ആരാണ് മാറി കിട്ടിയില്ലേ കണ്ടിട്ടുണ്ടപ്പോൾ എനിക്കൊക്കെ അവിടെ ഒക്കെ ആ വീടിന്റെ സൈഡ് കിടക്കൊക്കെ ഫുള്ള് മഞ്ഞാണ്. ഈ പോണ വഴിക്കൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് വേറുണ്ട്. നമുക്ക് താഴ്ന്നെടുത്താലും ഇവിടുന്ന് വേണമെങ്കിലും എടുക്കാൻ കഴിയും. ഇവിടുത്തെ റേറ്റ് എന്താണാവോ. അങ്ങനെ ഞങ്ങൾ നല്ല ഭാഗത്തെത്തി. എല്ലായിടത്തും റൈഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഫുള്ള് മഞ്ഞല്ലേ. സോളം വാലിയിലെത്തിയിട്ടുണ്ട്. വേറെ ലെവല് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഫോട്ടോ ഒക്കെ എടുക്കാനും വാവുഞ്ഞിപ്പാ. വേറെ ലെവല് പറഞ്ഞാൽ വേറെ ലെവലാട്ടോ. ചുറ്റും മഞ്ഞ്, എല്ലാ മലകളും മഞ്ഞ്. ഞങ്ങൾ ആക്ടിവിറ്റീസിനൊക്കെ പോകണുള്ളൂ. ജസ്റ്റ് ആദ്യം ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു.
ഞങ്ങൾ ആക്ടിവിറ്റീസിന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഞങ്ങളിങ്ങനെ മഞ്ഞിലിങ്ങനെ നടക്കണം, അവരെ കോഫി കുടിച്ചിട്ട്. നമ്മൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് ഏകദേശം ഇപ്പോൾ ഒരു നമ്മുടെ ഒരാൾക്കാരെ ഗ്യാപ്പിന് കുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞങ്ങളൊക്കെ വീട് ഒരു വഴിക്കായി. അപ്പോൾ അവിടുന്ന് ബൂട്ടും കാര്യങ്ങളൊക്കെ റെൻ്റ് എടുത്തുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ നല്ല കാലിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കുഴിഞ്ഞ് പോവാണ്. വേറെ ലെവൽ പറഞ്ഞാൽ നമ്മളെ വേറെ ലെവലാണ്, വേറെ ഒന്നും പറയാല്ല. ഇത് ഫസ്റ്റ് ടൈം കാണുമ്പോൾ നമുക്കൊരു വേറെ ലെവലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് മാഗിയാണ്, വേറെ ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 10 രൂപ മാഗിയായി 2 ദിവസം കൊണ്ട് കഴിക്കണം. നൈറ്റ് മാത്രം ഞങ്ങൾക്ക് കിട്ടും ചപ്പാത്തി കാര്യങ്ങളൊക്കെ, ബാക്കിയൊക്കെ മാഗിയും കൊണ്ട് തീർക്കണം. അടുത്ത നമ്മൾ ആക്ടിവിറ്റീസിലാണ് പോകുന്നത്. സിപ്പ് ലൈന്, അതേപോലെ 2-3 ആക്ടിവിറ്റീസ് ഉണ്ട്. എല്ലാം ഇവിടെ തന്നെയാണ്. ഞങ്ങളോടത്ത് അവിടുന്ന് പറഞ്ഞത് വേറെ സ്ഥലമാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ വരുമ്പോൾ മനസ്സിലാവും ഫുള്ള് പറ്റിപ്പാണ്. എല്ലാവരും ശ്രദ്ധിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് മനസ്സിലാവും. ചിലവർക്ക് 6000 എഴുതും, ചിലവർക്ക് 3000 എഴുതും, ചിലവർക്ക് 2000 എഴുതും. നമ്മൾ സംസാരിച്ച് വാങ്ങുന്നതാണ് നമ്മളെ റേറ്റ്. ഞങ്ങൾ ഫസ്റ്റ് സിപ്പ് ലൈനിലേക്ക് പോകണ ഫസ്റ്റ് ആക്ടിവിറ്റിയാണ്. മറ്റൊരൊക്കെ കയറി ഫുള്ള് മഞ്ഞക്കുള്ള സിപ്പ് ലൈനാണ്. ഓ അവരെ മറ്റവരങ്ങനെ സിപ്പ് ലൈനിൽ കൂടെ പോയി. ഏകദേശം ഒരു 1/2 കിലോമീറ്ററാണ് പറയുന്നത്. അവിടുന്ന് 1 കിലോമീറ്റർ പറഞ്ഞെങ്കിലും ഇവിടെ 1/2 കിലോമീറ്ററേ കാണുന്നുള്ളൂ. ഇവിടെ ഓക്കെ ജസ്റ്റ് മഞ്ഞിലൂടെ സിപ്പ് ലൈൻ പോവാണ്. അവരേകദേശം അവിടെ എത്തി തോന്നുന്നു. 2 ആളെ ഒരുമിച്ചേ പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ. भैया एनी चांस स्नोफॉल एनी चांस नहीं 2 मिनट നല്ല വേദന ഉണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ. ഓക്കെ, അപ്പം അങ്ങനെ ജോപ്പാളിലൂടെ പോവാണ്. चल भाई
അത് മേലെ കയറിയിട്ട് പോണടാ അവനെ. ഇനി ഇപ്പോൾ റിട്ടനും നമ്മൾ സിപ്പ് ലൈനിൽ കടയാണ്. കുറച്ച് മേലേക്ക് കയറണം. ഇതിനെ കയറിപ്പോയി മേലെ കയറിയിട്ട് വേണം സിപ്പ് ലൈനിൽ പോകാൻ. ഫുള്ള് മഞ്ഞാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടൊരു പുഴയാണ്. ആ ഒരു ഭാഗത്തെ മഞ്ഞാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ വരുമ്പോൾ കാണുന്ന ഒരു മഞ്ഞിലെ ഇതാണ്. സിപ്പ് ലൈൻ വഴി വന്നാണ്. ഏകദേശം മേലൊക്കെ പാരച്ചൂട്ടുകൂടെയൊക്കെ പോകുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഇതാണ് നമ്മളെ കയറി പോകുന്ന വഴി. ഈ മേലെ പോയിട്ട് അവിടുന്ന് സിപ്പ് ലൈൻ വഴി റിട്ടേൺ പോകണം. അയ്യോ കയറ്റം കയറി ചടച്ചു. ഇതൊക്കെ കയറുമ്പോഴൊക്കെ പൂപ്പാട് വീഴണം. ഏകദേശം ഒരു മലയുടെ മേലെ കയറണ മാതിരിയാണ്. നമ്മൾ അവിടുന്ന് കണ്ടൊരു മലയുടെ മേലേക്ക് തന്നെ കയറി പോകുന്നത്. ഫുള്ള് മഞ്ഞാണ് താഴെ. എത്തി നല്ല ചടപ്പാണ്. ഇവിടുന്ന് വേറെ വ്യൂ ആണ്. അടിയിൽ ഫോട്ടോ എടുക്കോ? ഇവരങ്ങനെ റിട്ടേൺ പോകാൻ നിൽക്കുകയാണ്. അവരെ വേണ്ട കാണിക്കും ഞാൻ. അയ്യോ ഭയങ്കര ചടപ്പാണ്. ശ്വാസമൊന്നും കിട്ടാതായി. ഫുള്ള് നന്ദി. മേലെ പാരച്യൂട്ട് അങ്ങനെ പാറുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ പോയി. ഇതിലൂടെയാണ് എല്ലാവരും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ 3 റൈഡ് എടുത്ത, ഒന്ന് സിപ്പ് ലൈന്, ഒന്ന് ട്യൂബ്. ഇതിലൂടെ പോവാണ്. ക്യാമറ മേലക്ക് തന്നെ പോയി. ഇതിൽ പോയി ഭയ്യാ ऊपर നമ്മൾ മേലോട്ട് പോവാണ്. അല്ല താഴോട്ട് വരുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് നമ്മൾ മേലോട്ട് പോവാണ്. നമുക്ക് മേലോട്ടും ട്യൂബിലൂടെ തന്നെ കയറി പോകാൻ കഴിയും. വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നമുക്ക് ചുറ്റും കാണാൻ ഫുള്ള് മഞ്ഞുമലകൾ മാത്രമേ ഉള്ളൂ. ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒന്നും പറയാല്ല. എന്താ ഇപ്പോൾ പറയാന്നൊന്നും അറിയില്ല. അത്രത്തോളം എക്സ്പീരിയൻസ് ആണ് നമുക്ക്. ഇതൊരു വല്ലാത്ത ഫീലാണ്. അങ്ങനെ അടുത്ത കഴിഞ്ഞ് സ്കേറ്റിംഗ് ആണ്. ഞങ്ങൾ 3 ആക്ടിവിറ്റീസ് എടുത്തത്. അതിലിപ്പോൾ 2ഉം കുഴപ്പമില്ല. സ്കിപ്പ് ലൈന് വേറെ ലെവല് പറഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മൾ റിവറ് താണ്ടി അപ്പുറത്ത് പോകും, അവിടെ നിന്ന് റിട്ടനും. ഒരു ട്യൂബിൻ്റെ പറഞ്ഞാൽ ഒരു
കുറച്ച് ദൂരമുള്ളൂ വരാൻ പോണേ. നേരത്തെ സ്കേറ്റിംഗ് ആണ്, അതെന്താ അവസ്ഥ എന്നറിയില്ല. സ്കേറ്റിങ് ശരിക്കും അവിടെ ഒന്നും ചെയ്യണ്ട, നമ്മളിങ്ങനെ പോയാൽ തന്നെ സ്കേറ്റിംഗ് ആണ് കേട്ടോ. ഓരോരുത്തർ വരാട്ടോ, നമുക്ക് ശരിക്ക് സ്കേറ്റിങ്ങിന് പൈസ കൊടുക്കൊന്നും വേണ്ട, മഞ്ഞുകട വെടിക്ക് പോയാൽ മതി. ഫോട്ടോ എടുക്കാനൊക്കെ വേറെ ലെവൽ, പറഞ്ഞാൽ വേറെ ലെവല്. ഒരുപാട് ആൾക്കാർ. ഇതാണ് ബലൂണ്. പക്ഷെ ഈ ആക്ടിവിറ്റീസ് നമ്മൾ എടുത്തില്ല, ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഓ കൈ പിടിച്ചിട്ടാ പോണത്, തള്ളി പിടിക്കണമൊക്കെ. ഓക്കെ ഓക്കെ. അങ്ങനെ സ്കേറ്റിംഗ് ഒക്കെ നടത്തി, മാക്സിമം ഏകദേശം മുതലാക്കി നല്ലോണം. ഇവിടെ വന്നാൽ ഏറ്റവും ലാസ്റ്റ് സ്കേറ്റിംഗ് എടുക്കായിരിക്കും ബെറ്റർ, നമുക്ക് കുറേ നേരം ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഏകദേശം 5 മണിയൊക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യല്ലോ. അപ്പോൾ സോളം വാലി നമ്മൾ കഴിഞ്ഞു, സെക്കൻഡ് ഡേ ആണ് സോളം വാലി. നിങ്ങൾക്ക് കാണാം ചുറ്റും ഫുള്ള് മഞ്ഞുമലകൾ. നമ്മളെ റൈഡ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി നേരെ റൂമിലേക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ എന്തായാലും കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടൊരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.